പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇവളുടെ വണ്ടി എന്താ അവിടെ കിടക്കുന്നത്? മനു, എനിക്കൊരാളെ കാണാനുണ്ട്. ഞാനിപ്പോൾ വരാം. ജ്യോതി, ഹായ് നിത്യേച്ചി. നിത്യേച്ചി എവിടെ? എന്റെ ചെറിയച്ചൻ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ സാറയുടെ കൂടെ വന്നേ. സാറേച്ചി ഉണ്ടോ? എന്നിട്ട് സാറേച്ചി എവിടെ? സാറ് തൊട്ടപ്പുറത്ത് ഒരു പാർലറിൽ പോയി. കൂട്ടുകാരുടേതാണെന്ന് പറഞ്ഞു. സാറേച്ചിക്ക് പിന്നെ എവിടെ ചെന്നാലും കമ്പനി ഉണ്ടാവില്ലേ? ഓ, അപ്പം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവനെ കാണാൻ. ഇന്നലെ കണ്ട ഒരുത്തിനോട് ഇവൾ ഈ രീതിയിലാണ് കുഞ്ചിക്കൊഴയുന്നതെങ്കിൽ സംശയിക്കണ്ട, ഇവർ തമ്മിൽ മുമ്പേ അറിയും. ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇവിടെ വെച്ചൊന്നും വേണ്ട, നീ വീട്ടിലേക്ക് വാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഇന്ന് നീ കരയും, ഞാൻ കരയിപ്പിക്കും. ജ്യോതി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞാൻ അവളെയാ നോക്കുന്നത്. നിത്യേച്ചി, ആ മനു, താനെന്താ ഇവിടെ? എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നതാണല്ലോ, എന്നിട്ട് തന്നെ കണ്ടില്ലല്ലോ. ഞാൻ കുറച്ചു നേരം ആയുള്ളൂ വന്നിട്ട്.
എന്നാ ശരി, ഞാൻ പോട്ടെ നിത്യേച്ചി. എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ. നമ്മൾ ഇവിടെ വരിക, മനുവിനെ ഇവിടെ വെച്ച് കാണുക. മനുവിനോടെ എത്ര നേരം സംസാരിച്ചു? നിത്യേച്ചി, മനു നമ്മുടെ തൊട്ട അടുത്ത വീട്ടിലല്ലേ ഇപ്പൊ താമസം. അയൽവാസിയോട് സംസാരിക്കുന്നതിന് ഇത്ര മറയുടെ ആവശ്യം എന്താ? അത് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് പോലെയുള്ള പ്രകടനമൊക്കെ ഗംഭീരായിരുന്നു. പക്ഷേ എല്ലാവരും നിന്നെ പോലെ പൊട്ടികളായിരിക്കണം. ചേച്ചി നേരെ ചൊവ്വ എന്ത് ചെയ്താലും പ്രശ്നമല്ല. മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാ കള്ളത്തരങ്ങൾ പറയേണ്ടി വരുന്നത്. ഇനി ഇത് ആവർത്തിക്കോ എന്റെ മോള്? ഇല്ല. എന്നാ വാ നമുക്ക് പോവാം. ക്ഷീണം വല്ലതും ഉണ്ടോ നിനക്ക്? വേണമെങ്കിൽ നമുക്കൊരു ജ്യൂസ് കുടിക്കാം. എനിക്കൊന്നും വേണ്ട. തൽക്കാലം എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? വിപിനെ, ഇത് നിന്റെ മറ്റേ കക്ഷിയല്ലേ? ആ, ഇത് അവള് തന്നെ. കൂടെ വയ്ക്കുന്ന ആരാടാ? അവളുടെ അമ്മാവന്റെ മോൻ. നമ്മളൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയല്ലേ അത് ഏറ്റെടുക്കാൻ ഇതുപോലെ ചില കിഴങ്ങന്മാരും ഉണ്ടാവുമല്ലോ. ഏയ്, സംഗതി എന്തായാലും അവള് കൊള്ളാടാ. ഇവനെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരുപാട് വേദനയുള്ള പെൺകുട്ടിയല്ലേ, വേണമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചേക്കാം. നിർബന്ധമാണോ നിനക്ക്? അല്ല, വളയുമെങ്കിൽ. എന്താ സംശയം? ഒറ്റ ദിവസത്തെ പരിചയം കൊണ്ട് എന്നെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റിയവളാ. അവൾ ആരുടെ കൂടെയും പോവും. എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. വേണ്ടടാ, അവൾ അവിടെ വഴിക്ക് പോക്കോട്ടെ. ഇതൊക്കെ ഒരു രസമല്ലടാ, അതും അവളുടെ പുതുമണവളൻ കൂടെ ഇരിക്കുമ്പോ. അവളെ കട്ട് ചെയ്തു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആരെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. നീ ഫോണെടുത്ത് സംസാരിക്കുക. വേണ്ട, കമ്പനി കോളാ. വീണ്ടും കട്ട് ചെയ്തു. അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എത്ര കാലം പറ്റുമെന്ന് നമുക്ക് നോക്കാം. എടാ, മര്യാദക്ക് അത് കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ, വെറുതെ അതിന്റെ പുറകെ പോകണ്ട. ആരും ഇവിടെ എങ്ങും പോകുന്നില്ല. നമ്മൾ തൊട്ടതൊക്കെ നമ്മുടെ തന്നെയാ. അതാ വിപിന്റെ ഒരു രീതി.
നിത്യേച്ചി, ചെറിയച്ഛനെ കാണാൻ പോയ കാര്യം അമ്മയോട് പറയണ്ട, പ്രശ്നാവും. വാ. എവിടെയായിരുന്നു ഈ നേരം വരെ? സാറ കൂടെ വിളിച്ചത് പാർലറിലേക്ക് സാധനം മേടിക്കാൻ തന്നെയല്ലേ? അതെ അമ്മേ. അല്ല, പിന്നെ നിങ്ങൾ എവിടെയാ പോയത്? ഹോസ്പിറ്റലിലേക്ക്. ആരെ കാണാൻ? ചെറിയച്ഛ ഹോസ്പിറ്റലിലാ. ആര്? ശിവാനന്ദനോ? നിന്റെയും ജീവന്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? കല്യാണ മണ്ഡപത്തിൽ വിളിച്ചു കൂട്ടിയ ആളുകൾക്ക് മുൻപില് നിന്റെ കുടുംബത്തെയും ഈ കുടുംബത്തെ അപമാനിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? അമ്മേ, ഒട്ടും സുഖമില്ലാന്ന് പറഞ്ഞതുകൊണ്ട്. അവര് തമ്മിൽ ബന്ധം വെട്ടിമുറിച്ച് സംസാരിച്ചതിന് നീയും സാക്ഷിയല്ലേ? ശിവാനന്ദനെ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ പോയത്? കാര്യറിയുമ്പോ അമ്മ എന്നോട് ക്ഷമിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോ മറ്റുള്ളവർക്കൊക്കെ സ്വന്തം അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാം, ഞാൻ ചിന്തിക്കാൻ പാടില്ല അല്ലേ? ശിവാനന്ദനോടും കുടുംബത്തോടും എന്റെ ജീവിതത്തിൽ ഞാൻ പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നിഷ്ടം കാണിച്ച് ജീവിക്കാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. അമ്മേ, അമ്മയെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരാപത്ത് വരുമ്പോ അതിന് മുൻപുള്ള സകല വൈരാഗ്യങ്ങളും മറന്നു കളയണമെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്തുള്ളൂ. എന്നെ ശിക്ഷിച്ചോളൂ അമ്മ. ചെറിയച്ഛന് വയ്യെന്ന് ഈ കുടുംബത്തിൽ മോളാണോ ആദ്യം അറിഞ്ഞത്? അതെ. എന്നാ സാറേ ഒന്ന് വിളിച്ച് ചോദിക്ക്, എന്നോട് ആദ്യം പറഞ്ഞിരുന്നോന്ന്. സാറ എന്നോട് പറഞ്ഞിരുന്നു, മോളോട് പറയാൻ അമ്മയാണ് സാറയോട് പറഞ്ഞത്. ഇക്കാര്യം കേട്ട് ജീവനോ രഘുവേട്ടനോ ദേഷ്യം വരണ്ടാന്ന് കരുതിയ എല്ലാം രഹസ്യമായിരുന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതിനിങ്ങനെ കരഞ്ഞ് കാലു പിടിക്കുകയൊക്കെ ചെയ്ത ഞാൻ എന്താ ചെയ്യുക? അത് ശരി. അപ്പോ എല്ലാം അമ്മ അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അമ്മയെല്ലാം ക്ഷമിച്ചോ? ഇനി മുതല് എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തും എനിക്കും ഇഷ്ടമില്ലാത്തതാണ്. ഇവൾക്ക് ഇഷ്ടമുള്ളത് എന്തും എനിക്കും ഇഷ്ടമുള്ളതായിരിക്കും. അടുത്ത ജന്മത്തില് നീ എന്റെ മകളായി തന്നെ ജനിക്കണം. വേണ്ട, അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മോളായി ജനിച്ചാല് അമ്മയെ വിട്ടു പോവേണ്ടി വരില്ലേ? എനിക്ക് അടുത്ത ജന്മവും അമ്മയുടെ മരുമകൾ തന്നെ ആവണം. ഒരിക്കലും അമ്മയെ പിരിയാതിരിക്കാൻ. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. എന്റെ നിത്തേച്ചി, ഇങ്ങനെ എന്റെ അമ്മയെ കീഴടക്കാൻ വേറെ ആരെക്കൊണ്ടും പറ്റില്ല.
ഹലോ, എന്താ നിനക്ക് വേണ്ടേ? എടോ താനെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു? വിപിൻ, എന്താ നിന്റെ ഉദ്ദേശം? ഇത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടും മതിയായില്ലേ നിനക്ക്? വീണ, സംഭവിച്ചൊക്കെ സംഭവിച്ചു. നമ്മളിപ്പോ രണ്ടുപേരും രണ്ട് രീതി ജീവിതം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറ്റബോധം എന്നെ വേട്ടയാടുക. എനിക്ക് തന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നാട്ടിലുണ്ട്. നീ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് സ്വീകരിക്കണോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി ഒരു തവണ കൂടി നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട ഏതെങ്കിലും മാർഗത്തിൽ നിന്നെ ഞാൻ കൊന്നിരിക്കും. എനിക്ക് മനസ്സിലാവും തനിക്കാനുള്ള പകയും പ്രതികാരവും ഒക്കെ. നമുക്ക് കാണാം, സംസാരിക്കാം. എന്നിട്ട് താൻ പറയുന്നത് പോലെ കൊല്ലാനാ തനിക്ക് തോന്നെങ്കിൽ അത് ചെയ്. തന്നെ ഞാൻ ചതിച്ചതിനുള്ള ശിക്ഷ. ഇനി എന്റെ ഫോണിലേക്ക് വിളിക്കരുത്. അഥവാ വിളിച്ചാ നിന്നെ തേടി വരുന്നത് പോലീസായിരിക്കും. കൂൾ വീണ. അതുകൊണ്ട് വീണയ്ക്ക് എന്താ നേട്ടം? ഒരു കാര്യം ചോദിച്ചോട്ടെ, വീണയെ വിവാഹം കഴിച്ച മനുഷ്യനുമായി വീണയ്ക്ക് യഥാർത്ഥത്തിൽ വല്ല ബന്ധമുണ്ടോ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എന്നെ വിവാഹം കഴിച്ച മനുഷ്യന്റെ കൂടെ ചിലപ്പോ ഞാൻ ജീവിക്കും, ജീവിക്കാതിരിക്കും. വീണ, ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവായി കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇനിയും... നിർത്തടാ. എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പോഴും നിനക്ക് മതിയായില്ല അല്ലേ? ഈ നിമിഷം ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട എന്താ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചാ കയ്യും കാലും കെട്ടി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിടാനായിരിക്കും ഞാൻ പറയാ. മനസ്സിലായോ? വെച്ചിട്ട് പോടാ. ആൽബം നന്നായിട്ടുണ്ട്. നിത്യേച്ചി നല്ല ഫോട്ടോജനിക്കാ. ഫോട്ടോസിലൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. അതെന്താടി, നിത്യമോളെ നേരിട്ട് കാണാൻ ഭംഗിയില്ലേ? അയ്യോ എന്റെ അമ്മേ, അമ്മയുടെ മോളെ കാണാൻ ഭംഗി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞേ. ആൽബം കണ്ടപ്പോ ഒരഭിപ്രായം പറഞ്ഞു പോയതാണേ. ഇട്ടേക്ക്. ജീവൻ വന്നല്ലോ. ഏട്ടൻ ഇങ്ങ് വരട്ടെ. താലി കെട്ടാൻ നേരത്തുള്ള മുഖം കണ്ടോ? എന്തിനാ ഏട്ടൻ ഇത്ര ഗൗരവം? എന്തു പറ്റും മോനെ നിനക്ക്? എന്താ ഇത്ര ദേഷ്യം? അത് ഏട്ടന്റെ ജാടയല്ലേ അമ്മേ. ആൽബം നോക്കി കഴിയുമ്പോ ഏട്ടനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും കമന്റ് പറയുന്ന ഏട്ടൻ അറിയാം. അതിന് ഏട്ടൻ നേരത്തെ ബലം പിടിക്കുന്നതാ. ആരെ ഈ ഷർട്ട് കഴുകിയേ? ഇതിന്റെ വേർപ്പ് മാറ്റം പോയിട്ടില്ലല്ലോ. ഇത് ഇട്ടോണ്ടാണോ ഞാൻ ഓഫീസിൽ പോണ്ടേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടണ്ട.